Every challenging work gives you good learnings and great gifts. So അങ്ങനെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് ഇത്. കാണാം. This is a testimonial by ഷീബ ചേച്ചി. ഷീബ ചേച്ചി ഒരു യോഗ ട്രെയിനറാണ്. ഷീബ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി റെഫർ ചെയ്ത വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. സോ ഷീബ ചേച്ചി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. എല്ലാ ടെസ്റ്റിമോണിയലും പ്രിയപ്പെട്ടതാണെങ്കിലും ഇതിനോടൊരു അല്പം ഇഷ്ടം കൂടുതലുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. ബിഫോർ ദാറ്റ്, വെൽക്കം ടു ടുഡേസ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അപർണ എസ്, വാസ്തു കൺസൾട്ടന്റ് ആണ്. ആൻഡ് ദിസ് ഇസ് മൈ 7th year ഓഫ് കൺസൾട്ടിങ്. സോ ഇത്രയും നാൾക്കിടയിൽ വിച്ച് വാസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് വർക്ക് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. So let me not disclose the details regarding the name, area or location. Clientന്റെ ഒരു ഡീറ്റെയിൽസും പറയാതെ let me explain the experience. എന്തായിരുന്നു ഈ പ്രശ്നമെന്നും ഇതെങ്ങനെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയെന്ന് നോക്കാം. അപ്പൊ ഞാൻ കൺസൾട്ടിങ്ങിന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചേച്ചിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് ഇത്ര നേരം ഉണ്ടായിരുന്നു, അത്യാവശ്യമായിട്ടൊന്ന് പുറത്തേക്ക് പോയിരിക്കും, ഉടനെ എത്തും എന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് വാസ്തുവിൽ അത്ര താല്പര്യവും വിശ്വാസമൊന്നും ഇല്ലാട്ടോ എന്നൊരു ഡിസ്ക്ലെയിമറും കൂടെ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ എന്തായാലും അദ്ദേഹം വന്നിട്ട് തന്നെ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. കാരണം കൺസൾട്ടിങ്ങിന്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സിൽ വാസ്തു എങ്ങനെയാണ് സയന്റിഫിക്കലി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ്ങിന്. അപ്പൊ കുറച്ച് വിശ്വാസം കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേൾക്കണം. അതുകൂടാതെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കുന്ന ഒരു രീതിയാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് ഒരു അനാലിസിസ് പാർട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഉള്ള വീടിന്റെ പോസിറ്റീവ് ആസ്പെക്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. തേർഡ് സ്റ്റേജിലേക്കാണ് നമ്മളൊരു സൊല്യൂഷനിലേക്ക് കിടക്കുന്നത്. അപ്പൊ എന്ത് സൊല്യൂഷൻ പ്രിസ്ക്രൈബ് ചെയ്താലും അത് എന്തിനെ പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്, എന്തൊക്കെ പോസിറ്റിവിറ്റിയാണ് നമ്മളത് ചെയ്യുന്നത് വഴി എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇത് പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെ ഒരു ഡോക്യുമെന്റ് ഫോർമാറ്റിലാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇതാണ് കൺസൾട്ടിങ്ങിന്റെ ഒരു പ്രോസസ്. അപ്പൊ യൂഷ്വലി നമ്മൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാറാണ് പതിവ്. ഇവിടെ ആളുടെ ഹസ്ബൻഡിനെയും കൂടെ കാത്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ റാൻഡം ആയിട്ട് വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വീട്ടിലിപ്പോ ചേച്ചിയും ഹസ്ബൻഡും 2 മക്കളും ഹസ്ബൻഡിന്റെ പേരൻസും ഉണ്ട്. അപ്പൊ പ്രായമായതുകൊണ്ട് തന്നെ അവർക്ക് ഓർമ്മക്കുറവിന്റെ പ്രശ്നമുണ്ട്. രാത്രി എണീറ്റ് നടക്കാറുണ്ട്, സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു, പിന്നെ ഫിഷ് ടാങ്ക് കൈ തട്ടി താഴെ വീണു, അതിൽ നിന്ന് കാല് മുറിഞ്ഞു. അങ്ങനെ അടിക്കടി അവരെയും കൊണ്ടുള്ള ഹോസ്പിറ്റൽ കേസുകൾ. ചേച്ചി ഒരു ക്യാൻസർ സർവൈവർ ആണ്. അതുപോലെ മോൻ എപ്പോഴും ആക്സിഡന്റ് സംഭവിക്കാറുണ്ട്, വലത്തെ കാലിന് എപ്പോഴും ഇഞ്ചുറി സംഭവിക്കും. അപ്പൊ ഞാനിവിടെ ചെല്ലുന്ന മൊമെന്റിൽ ആ ദിവസം വലത്തെ കാലം കുറച്ച് സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എന്നോട് ഈ കംപ്ലീറ്റ് പ്രശ്നങ്ങൾ പറയുമ്പോൾ നമുക്ക് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ചോദിക്കും, ഇവിടെ ഇന്ന പ്രശ്നമുണ്ടോ, ഇവിടെ ഇന്നതാണോ, അങ്ങനെ ചോദിക്കാറുണ്ട്. സാധാരണ ചോദിക്കുമ്പോൾ അത് യെസ് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ചേച്ചി അല്ല അവിടെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ചേച്ചിക്ക് മനസ്സിലാകാത്തോണ്ടായിരിക്കും, സാരില്ല, നമ്മൾ വീടിന് ചുറ്റും ഒരു റൗണ്ട് കടക്കണമല്ലോ, അപ്പൊ കണ്ടുപിടിക്കാം എന്നുള്ളൊരു ധാരണയിൽ ഞങ്ങൾ അവിടെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളിതാ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കൺസൾട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന്. അപ്പോൾ വളരെ വെൽക്കമിങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കാനും അതിനെല്ലാം ഉൾക്കൊള്ളാനും തയ്യാറായിരുന്നു. ചേച്ചി ഇങ്ങനെ ഒരു താല്പര്യക്കുറവ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി നല്ല ആൾക്കാരുള്ള ഒരു വീടായിരുന്നു. അങ്ങനെ എക്സ്പ്ലനേഷൻ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി വീടിന് ചുറ്റും നമ്മൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ സാധാരണ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു എക്സ്പ്ലനേഷനും അനാലിസിസിലേക്കും കിടക്കും. ഇവിടെ ചേട്ടൻ വരാനുള്ള ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ഈ ചേച്ചി അവിടെ നടന്ന ഈ സംഭവങ്ങളും ഈ പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞു. പക്ഷെ ഒരു 2-3 റൗണ്ട് ഞാൻ ഈ വീടിന് ചുറ്റും നടന്നു കഴിഞ്ഞിട്ടും ഈ പ്രശ്നങ്ങളുടെ ഒരു റൂട്ട് കോസ് ഒന്നും അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. ബിക്കോസ് അതൊരു ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വീടായിരുന്നു. ചെറിയ ഈസിലി റെക്ടിഫയബിൾ ആയിട്ടുള്ള കറക്ഷൻസ് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും ഈ ഭീമാകാരമായ പ്രശ്നങ്ങൾക്കുള്ള റൂട്ട് കോസോ കാരണങ്ങളോ ആയിരുന്നില്ല. പിന്നെയുള്ളൊരു സാധ്യത, നമ്മൾ വാങ്ങിയ വീടാണെങ്കിൽ ചിലപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് ടാങ്ക്സിന്റെ ഒക്കെ പൊസിഷനിങ് നമുക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതും ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു. അങ്ങനെ ഇതിനു മുൻപ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഇത് ഇവർ തന്നെ വെച്ച വീടാ. അപ്പോൾ എല്ലാത്തിനെ പറ്റിയും ഇവർക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളതല്ല ഏറ്റവും വലിയ പ്രശ്നം. ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണം എന്താണെന്ന് ക്ലിയർ ആകാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ ഇത്രയും വലിയ കാരണങ്ങൾ, ഈ അസുഖങ്ങളും ബാക്കി എല്ലാ ചലഞ്ചസും നടക്കാനുള്ള ആ ഒരു റീസൺ, അതൊന്നും നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല.
അങ്ങനെ ഞങ്ങൾ പിന്നെ അകത്തെ ഫുൾ കാണാമെന്ന് വിചാരിച്ചു. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഫുള്ള് കണ്ടു. അപ്പോൾ മോൻ കുറച്ചധികം റൈറ്റിലേക്ക് ഇഞ്ചേർഡ് ആയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരികെ ഞങ്ങൾ ഹാളിലെത്തി. അപ്പോൾ എത്ര വലിയ പ്രശ്നം നേരിടുകയാണെങ്കിലും വൺസ് എനിക്ക് ആ കാരണം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആകും. ഇത് കുഴപ്പമില്ലല്ലോ, ഇത് ശരിയാക്കി കഴിഞ്ഞാൽ ഈ ലൈഫ് ചേഞ്ച് ആകാൻ പോവാണല്ലോ എന്നൊരു ധൈര്യം എൻ്റെ ഉള്ളിൽ വരും. പക്ഷെ ആ ഒരു ധൈര്യം എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. ബിക്കോസ് ആ കാരണം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എന്നോട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ വീട് കണ്ടിട്ട് ആ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കറക്ഷനിൽ നമ്മളിത് അവസാനിപ്പിച്ചേനെ. പക്ഷെ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത് നന്നായി. പക്ഷെ ഇതിനുള്ള കാരണങ്ങളൊന്നും ആ വീട്ടിലില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കവേ ഞാൻ ചോദിച്ചു, വേറെ വീടുണ്ടോ എന്ന് ചോദിച്ചു. സോ ദാറ്റ് വാസ് ദ ട്വിസ്റ്റ്. അവർ പറഞ്ഞു, ആ ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകാറില്ല, അടച്ചു പൂട്ടിയിട്ടേക്കാന്ന് പറഞ്ഞു. അതിന്റെ ഡയറക്ഷൻ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഡയറക്ഷൻ പറഞ്ഞു. ഇന്ന ഭാഗത്ത് എന്താന്ന് ചോദിച്ചു. അങ്ങനെ പ്ലാൻ അന്വേഷിച്ചു കൊണ്ടുവന്നു. പഴയൊരു പ്ലാൻ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഇന്ന ഭാഗത്ത് ഇന്ന കാര്യം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അത് ആ പ്ലാനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. സോ ലെറ്റ്സ് മീ നോട്ട് ഡിസ്ക്ലോസ് ഇറ്റ്. പക്ഷേ ദിസ് ഇസ് ദി സൊല്യൂഷൻ. അപ്പോൾ എനിക്കുണ്ടായ ഒരു ആശ്വാസവും സമാധാനത്തിന് കയ്യും കണക്കും ഇല്ല. കാരണം ഇത്രയും വലിയ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ സി ദ മാജിക് ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിലല്ലായിരുന്നു, അവരുടെ പേരിലുള്ള ദൂരെയുള്ള ഒരു വീട്ടിലായിരുന്നു യഥാർത്ഥ പ്രശ്നം ഉണ്ടായിരുന്നത്. എപ്പോഴും വാസ്തു രണ്ട് രീതിയിലാണ് ബാധിക്കാറുള്ളത്. നമ്മൾ താമസിക്കുന്ന സ്പേസ്, ആ എനർജി നമ്മളെ ബാധിക്കും. അതുപോലെ നമ്മുടെ പേരിലൊരു വീട് അത് ദൂരത്തുണ്ടെങ്കിൽ അതും ബാധിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ താമസിക്കുന്ന വീടിന്റെ ഒരു ഇഫക്റ്റും ഇന്റൻസിറ്റിയുമാണ് ഞാൻ ഇതുവരെ കൂടുതൽ കണ്ടിരിക്കുന്നത്, അൺലൈക്ക് ദി സിറ്റുവേഷൻസ്. സോ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് വൈ ടു ടേക്ക് ചാൻസസ്. നമ്മുടെ പേരിലുള്ള നമ്മുടെ ഓണർഷിപ്പുള്ള വീടാണെങ്കിൽ ഇതിനെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊരു സൊല്യൂഷൻ കാണുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത്രയും നാളായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചത്. എപ്പോഴും നമ്മൾ വാസ്തു കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇതിന്റെ ഈ കറക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും ഓർക്കാറുള്ളത്. പക്ഷെ വൺസ് നമുക്ക് ഈ പ്രശ്നം എന്താണെന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് ഇത് കണ്ടെത്തി ഇത് ഈ കറക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചാൽ വർഷങ്ങളോളം നമ്മൾ കാരണം എന്ത് എന്ന് അറിയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനാണ്. ഈ കൺസൾട്ടിങ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു കൺസൾട്ടിങ് ആണ്. കാരണം ഈ 3 പേരോടാണ് ഞാൻ സംസാരിച്ചത്, ചേട്ടൻ, വൈഫ് ആൻഡ് ഇളയ മകൻ. നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കാണുന്നതാണ്. പക്ഷെ ഇവർ 3 പേരും ഭയങ്കര എക്സ്ട്രീംലി പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ലൈഫിൽ ഇത്രയും അധികം പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും മൂത്ത ആളുടെ കാല് സീരിയസ്ലി ഇഞ്ചേർഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോഴും ഈ ചേട്ടൻ എന്നോട് സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്ന ആളാണ്, ഈ മൊമെന്റിലെ ബ്ലെസ്സിങ്സിന് നന്ദി പറഞ്ഞ് ഈ മൊമെന്റിലെ ഹാപ്പിനെസ് കണ്ടെത്തി അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ ഈ ഡയലോഗുകളൊക്കെ നമ്മൾ പല വീഡിയോസിൽ കണ്ടു കാണും, പല പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടാവും, പല ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന വായിച്ച കാര്യങ്ങളൊക്കെ ലൈഫിൽ എപ്പോഴാണോ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്, ദേ ആർ ദി റിയൽ ഹീറോസ്. സോ ലൈഫിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്കൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ട്രൂ ഇൻസ്പിറേഷൻ ആണ്. അപ്പോൾ നമ്മൾ മറന്നുപോയതോ വിട്ടുപോയതോ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾക്ക് എനിക്കും ഒരു റീലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, റീലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ദിസ് വാസ് മൈ മെമ്മറബിൾ യെറ്റ് എ പവർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു.